ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയതാണ് ഡാനി. പോകുമ്പോൾ അമ്മ ഒരു ചെറിയ സഞ്ചിയും കയ്യിൽ കൊടുത്തു വിട്ടു. കുറച്ച് അപ്പവും വെള്ളവും പിന്നെ കുറെ ചെറു മീനുകളുമാണ് സഞ്ചിയിൽ. പോകുന്നത് ക്രിസ്തുവിന്റെ അടുക്കൽ വചനം കേൾക്കാനാണ്. മകന്റെ വലിയ ആഗ്രഹം സാധിച്ചു കൊടുക്കുക മാത്രമല്ല, അവനെ കരുതുക എന്ന പ്രധാന കാര്യവും അമ്മ ചെയ്യുന്നുണ്ട്. ക്രിസ്തുവിന്റെ വചന ശുശ്രൂഷ പലപ്പോഴും നീണ്ടു പോകാറുണ്ടെന്ന് അമ്മയ്ക്കറിയാം. അതാണ് ഭക്ഷണമൊക്കെ കൊടുത്ത് മകനെ പറഞ്ഞയച്ചത്. യാത്രയിൽ അവനൊട്ടും വിശന്നില്ല. കാരണം ക്രിസ്തുവിനെ കാണണമെന്ന ആഗ്രഹമാണ് മനസ്സ് നിറയെ. അതിനിടയിൽ വിശപ്പും ദാഹവും ഒന്നും ശല്യപ്പെടുത്തുന്നില്ല. അങ്ങനെ ആളുകളുടെ കൂട്ടത്തിൽ അവനും കയറിപ്പറ്റി. കുറച്ചൊന്നുമല്ല, ആയിരക്കണക്കിന് ആളുകളാണ് വചനം കേൾക്കാൻ എത്തിയിരിക്കുന്നത്. പലരും രോഗികളാണ്. എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്തവർ മറ്റുള്ളവരുടെ സഹായം കൊണ്ട് വന്നിരിക്കുകയാണ്. കണ്ണു കാണാത്തവരെ കൈപിടിച്ച് നടത്താൻ സഹായികളുമുണ്ട്. അങ്ങനെ ധാരാളം ആളുകൾ കേൾവിക്കായും സൗഖ്യത്തിനായും എത്തിച്ചേർന്നിട്ടുണ്ട്. ക്രിസ്തു വന്നു ചെറിയൊരു പാറമേൽ കയറിയിരുന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. സമയം പോയതറിഞ്ഞേയില്ല. ഇരുട്ടായി തുടങ്ങി. ക്രിസ്തു പ്രസംഗമൊക്കെ നിർത്തി ശിഷ്യരെ വിളിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോഴാണ് സമയം ഇത്രയും വൈകിയെന്നും രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല എന്നും ഡാനി ഓർത്തത്. എന്നാൽ പിന്നെ അമ്മ തന്നുവിട്ട അപ്പവും മീനും കഴിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ശിഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കണ്ടത്. തന്റെ വീടിനടുത്തുണ്ടായിരുന്ന അന്ത്രയോസ് എന്ന ക്രിസ്തുവിന്റെ ശിഷ്യൻ തന്നെ കണ്ടപ്പോൾ ചോദിച്ചു, മോനെ ഡാനി, നിന്റെ കയ്യിൽ വല്ലതും കഴിക്കാനുണ്ടോ? അവൻ പറഞ്ഞു, ഉവ്വ, 5 അപ്പവും 2 മീനും അമ്മ തന്നുവിട്ടിട്ടുണ്ട്. അന്ത്രയോസ് ചോദിച്ചു, അത് ക്രിസ്തുവിന് കൊടുക്കാമോ? അതെന്താ, എടുത്തോളൂ എന്ന് പറഞ്ഞ് സഞ്ചി അദ്ദേഹത്തിന് കൊടുത്തു ഡാനി. പിന്നെ കണ്ട കാഴ്ച അവന് വിശ്വസിക്കാനായില്ല. ക്രിസ്തു തന്റെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കിയിട്ട് അത് ആയിരക്കണക്കിന് ആളുകൾക്ക് അവർ വിളമ്പി. അവനും കിട്ടിയ ഒരു പാത്രം അപ്പവും കുറെ മീനും. സന്തോഷത്തോടെയും അഭിമാനത്തോടെയും അവനത് കഴിച്ചു. കാരണം താൻ കൊടുത്ത അപ്പമല്ല എല്ലാവർക്കും കിട്ടിയത്. പക്ഷെ അവന് പെട്ടെന്ന് മറ്റൊരു സംശയം. തന്റെ അടുത്തിരുന്നവരുടെ കയ്യിലും സഞ്ചിയൊക്കെ ഉണ്ടല്ലോ, അതിലൊന്നും കഴിക്കാൻ കാണില്ലേ? ശിഷ്യന്മാർ വന്ന് ചോദിച്ചപ്പോൾ ആരും ഒന്നും കൊടുത്തു കണ്ടില്ലല്ലോ. എന്തായാലും ഡാനിക്ക് സന്തോഷമായി. കാരണം അപ്പം കൊടുത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെ വലിയ അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കുവാൻ കഴിഞ്ഞത്. രാത്രിയിൽ അമ്മയുടെ അടുക്കൽ ചെന്നിട്ട് വേണം ഈ വലിയ വിശേഷമൊക്കെ പറയാൻ. അല്ലെങ്കിലും ഉള്ളതൊക്കെ ക്രിസ്തുവിന് മുമ്പിൽ സമർപ്പിക്കുന്നവർക്ക് ഇതുപോലെ സന്തോഷത്തിന്റെ വിശേഷങ്ങൾ കാണാനും പറയാനുമുള്ള അവസരം കിട്ടും. ക്രിസ്തുവിന്റെ അത്ഭുതങ്ങൾ ജീവിതത്തിൽ പ്രഘോഷിക്കണമെങ്കിൽ കയ്യിലുള്ളതൊക്കെ ക്രിസ്തുവിന് മുമ്പിൽ സമർപ്പിക്കുവാൻ സാധിക്കണം. എല്ലാം ക്രിസ്തുവിന് മുമ്പാകെ സമർപ്പിച്ച് സന്തോഷത്തിന്റെ വചനം പ്രഘോഷിക്കുവാൻ ഏവർക്കും ഇടയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവവചനം ആദിവചനം, ജീവൻ നൽകും നാവിൽ മധുരം സ്നേഹത്തിൻ വചനം. ദൈവവചനം ആദിവചനം, ജീവൻ നൽകും നാവിൽ മധുരം സ്നേഹത്തിൻ വചനം. പാപവിനാശം നൽകും വചനം, പുണ്യമരുളും നാഥന്റെ മൊഴികൾ സ്നേഹത്തിൻ വചനം. പാപവിനാശം നൽകും വചനം, പുണ്യമരുളും നാഥന്റെ മൊഴികൾ സ്നേഹത്തിൻ വചനം. ദൈവവചനം ആദിവചനം, ജീവൻ നൽകും നാവിൽ മധുരം സ്നേഹത്തിൻ വചനം. ആത്മാവായ വചനം, ജീവനായ വചനം, യേശുവിന്റെ വചനം എന്നിൽ നിറയട്ടെ. ആത്മാവായ വചനം, ജീവനായ വചനം, യേശുവിന്റെ വചനം എന്നിൽ നിറയട്ടെ.